നമസ്കാരം, എല്ലാവർക്കും ഡാർക്ക് മോഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചില ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതെല്ലാം എങ്ങനെയാണ് നമുക്ക് പാരാനോർമൽ ഫീൽ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയാണ് ഈ ആഴ്ചയിലെ ഡാർക്ക് മോഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡാർക്ക് മോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ യാത്രയ്ക്കിടയിലാണ് എനിക്കൊരു കോൾ വരുന്നത്. ഒരു അപ്പോയിൻമെൻറ്റ് ആവശ്യമുണ്ട്. ലൊക്കേഷനിൽ വന്ന് കൗൺസിലിംഗ് ചെയ്യണം. ഇത് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് നോ പറയാൻ പറ്റിയില്ല. ഞാൻ അദ്ദേഹത്തോട് സമയവും കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞ ദിവസം തന്നെ ആ വ്യക്തിയെ കാണാനായിട്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ഇരിപ്പുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ച് ഈ പ്രേതങ്ങളെയും ഭൂതങ്ങളെയൊക്കെ പറ്റി ആർക്ക് വേണോ അന്വേഷണം നടത്താം. കാരണം അതിന് പ്രത്യേകിച്ച് റിസർച്ച് ക്വാളിഫിക്കേഷനൊന്നും എങ്ങും പറഞ്ഞു കാണുന്നില്ല. പിന്നെ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഈ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷനിൽ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ മരുമോൾക്കാണ് പ്രേതബാധയുള്ളതെന്ന് മനസ്സിലായി. അവിടെ കുറേ പൂജകളും പ്രാർത്ഥനകളൊക്കെ അവർ നടത്തി. എന്നിട്ടും ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പുള്ളിക്കാരി ഡോക്ടറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ സാധാരണ ആത്മഹത്യകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, അവനിത് എന്തിൻ്റെ കുഴപ്പമായിരുന്നു? ഞങ്ങൾ ഈ കുഴപ്പത്തിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഈ പെൺകുട്ടിക്ക് വിവാഹത്തിന് തൊട്ട് മുൻപ് മനോഹരമായൊരു പ്രണയമുണ്ടായിരുന്നു. ആ നാട്ടിലെ ഒരു നല്ലൊരു പയ്യനുമായിട്ടായിരുന്നു പ്രണയം. ഇദ്ദേഹത്തിൻ്റെ സീനിയറായ ഒരു ഡോക്ടറെ വിവാഹാലോചന വന്നപ്പോൾ മറ്റവൻ അധികപ്പറ്റാണെന്ന് തോന്നി കാണും. എന്ത് തന്നെ ആയിരുന്നാലും അവനെ പതുക്കെ അവർ ഒഴിവാക്കി വിവാഹമൊക്കെ നടന്നു. ആ പയ്യൻ അതോടുകൂടി വല്ലാതെ ഡിപ്രസ്ഡായി. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒതുങ്ങി മാറി ജീവിക്കുകയായിരുന്നു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. കല്യാണം കഴിഞ്ഞു. ഇവർ വിരുന്നിന് അവിടെ ചെന്നതിൻ്റെ ആ ദിവസം തന്നെ ആ പയ്യൻ ആത്മഹത്യയും ചെയ്തു. പക്ഷേ ഇത് ഈ പെൺകുട്ടിയെ അന്നൊന്നും യാതൊരു വിധത്തിലും ബാധിച്ചിരുന്നില്ല. അവൾ വീട്ടിലേക്ക് വന്നു. ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് പോലും അവൾ ചിന്തിച്ചതേയില്ല. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് ഇവളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ രാത്രി ആരൊക്കെയോ നടക്കുന്നത് പോലെ ഈ പെൺകുട്ടിക്ക് തോന്നാൻ തുടങ്ങി. ഒരു ദിവസം ഇവൾ വെള്ളമെടുക്കാനായിട്ട് കുടിക്കാൻ വെള്ളമെടുക്കുന്നതിന് വേണ്ടി അപ്സ്റ്റെയറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിലെ ആ മരിച്ച പയ്യനിരിക്കുന്നു. അത് രാത്രിയാണെന്ന് ഓർക്കണേ. വെള്ളമെടുക്കാനായിട്ടാണ് ഈ പെൺകുട്ടി താഴേക്ക് ഇറങ്ങി വരുന്നത്. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ ബെഡ്റൂമിലേക്ക് ഓടിയ വഴിയിൽ ആ കുട്ടി ചെറുതായി ഒന്ന് തെന്നി വീണ് ചെറിയ മുറിവുകളൊക്കെ പറ്റി. അവളുടെ അടുത്ത് കാര്യം തിരക്കിയിട്ട് ഇവൾ കാര്യമൊന്നും പറഞ്ഞില്ല. പേടി കൊണ്ടായിരിക്കണം, ഒന്നും പറഞ്ഞില്ല. രാത്രി അവൾ ഉറങ്ങാതെ തന്നെ കഴിഞ്ഞു, ഭയപ്പാടോടുകൂടി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അതിശക്തമായ പനിയും മറ്റ് പ്രശ്നങ്ങളും ആരംഭിച്ചു. ഉറക്കത്തിൽ എന്തൊക്കെയോ ഞെട്ടി എഴുന്നേൽക്കുക. ഡോക്ടർമാരാവുന്നത്ര ശ്രമിച്ചിട്ടും ഈ പെൺകുട്ടിയുടെ ഫീവർ കൺട്രോൾ ചെയ്യാനോ പ്രഷർ കൺട്രോൾ ചെയ്യാനോ കഴിയാതെ അവർ വളരെയധികം ബുദ്ധിമുട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ആ നാട്ടിൽ അവർക്കറിയാവുന്ന അല്പം മാന്ത്രികതയും അമാനുഷികതകളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളെ ഇവർ സന്ദർശിച്ചു. ചില ചരടുകളും ചില വെള്ളങ്ങളൊക്കെ തളിച്ചു, പ്രാർത്ഥിച്ചു, ചില കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും ഈ വ്യക്തിയുടെ ഈ പ്രശ്നം മാറിയില്ല. കുറച്ച് ദിവസത്തേക്ക് ചില മാറ്റങ്ങളൊക്കെ അവരുടെ ലൈഫിലുണ്ടായി. ചില ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോകുന്നതിന് ഇടയിൽ ഒരു വൈകുന്നേരം ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരം ഈ പെൺകുട്ടി നോക്കാൻ നേരമുണ്ട്. ഇവളുടെ വീടിൻ്റെ വരാന്തയിലേക്ക് ഒരു രൂപം നടന്നു വരുന്നത് കണ്ടു. ഇവൾ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്നെയും എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. അവൾ കണ്ട ആ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ യുവാവിൻ്റേതാണ് എന്നാണ് അവൾ പറഞ്ഞത്. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അവളുടെ ഹസ്ബൻഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന ദിവസങ്ങളായിരുന്നു. കാരണം ഈ പ്രേതാത്മാവ് ഇവളെടുത്ത് പറയുകയാണ്, മാളു, ഞാൻ നിന്നെയും കൊണ്ടേ പോകുള്ളൂ. നീ എന്താ വിചാരിച്ചേ? നീ ജയിച്ചെന്നാണോ കരുതിയത്? ഞാൻ നിന്നെയും കൊണ്ടേ പോകുകയുള്ളൂ. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയായി ഞാൻ കൊണ്ടുപോകും. ഇതും പറഞ്ഞ് ഈ പ്രേതാത്മാവ് ഇവളെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. ഇവൾ ഏത് സമയത്തും പിന്നീട് വന്ന് പകൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഈ പ്രേതാത്മാവ് വന്ന് ഈ വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് ആ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞത്. പുള്ളിക്കാരി ഭയന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരുടെ ഹസ്ബൻഡ് എല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയല്ലാതെ നിവർത്തിയില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുവെന്ന് നമുക്ക് തന്നെ മനസ്സിലാകാത്ത അവസ്ഥകളിലേക്ക് വന്നു. പകൽ സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ ഭയം, ജോലിക്ക് പോകുന്നില്ല, എന്തിന് ഏറെ പറയുന്നു ബാത്റൂമിൽ പോലും കതകടച്ചിരിക്കാൻ ആ വ്യക്തിക്ക് ഭയം ആരംഭിച്ചു തുടങ്ങി. ഒരു ദിവസം വീട്ടുകാരെല്ലാം നോക്കാൻ നേരം രാത്രി ഇവൾ കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അങ്ങനെ മറ്റുള്ളവർ കണ്ടതുകൊണ്ട്, രാത്രി ഇവർ ശ്രദ്ധിച്ചതുകൊണ്ട് ആ വ്യക്തി രക്ഷപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലൈസായി
സൈക്യാട്രിസ്റ്റുകളുടെ എല്ലാവരുടെയും ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ ചെന്നു. ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളോടും ഞങ്ങൾ കാരണങ്ങൾ തിരക്കി മനസ്സിലാക്കി. സൈക്യാട്രിസ്റ്റ് ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു, പുള്ളിക്കാരിക്ക് PTSDയുടെ ഇഷ്യൂസ് ഉണ്ടെന്ന് ഞങ്ങൾ ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ട മറ്റ് തെറാപ്പികളും കാര്യങ്ങളും പറ്റിയ ആളുകളെ നീ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചുമതലപ്പെടുത്തി ഡോക്ടറോട് വളരെ നേരം സംസാരിച്ചു. PTSDയുടെ ഫയലുകളും ഡീറ്റെയിലുകളെല്ലാം നൽകി. എന്തെല്ലാം തെറാപ്പീസ് നൽകണം, എത്ര ദിവസം തെറാപ്പി വേണമെന്നെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈക്കോളജിസ്റ്റ് പുള്ളിക്കാരിയെ തന്നെ ഞാൻ ചുമതലപ്പെടുത്തി. കാരണം ഒരു പെൺകുട്ടിയുടെ കാര്യമാണല്ലോ, ഞാൻ അവരെ തന്നെ ചുമതലപ്പെടുത്തി. തിരിച്ച് വരുന്ന വഴിക്ക് പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, സാറേ നമുക്കിത് PTSD എന്ന് പറഞ്ഞ് തന്നെ തെറാപ്പി കൊടുത്താൽ മതിയാകുമല്ലേ? പുള്ളിക്കാരിക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഇതൊരു റോഡ് സൈഡിലിരിക്കുന്ന വീടാണ്. ഈ വീടുമായിട്ട് ബന്ധമില്ലാത്ത പലരും ചില സമയങ്ങളെല്ലാം ഒരു നിഴൽ പോലൊരു സാധനം ആ ഗേറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും തിരിച്ച് ആ വീട്ടിലേക്ക് നടന്നു കയറുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പോലും വീട്ടിൽ കയറാത്ത പല റൈഡർ കണ്ണാപ്പിമാരും ഇപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിൽ കയറുന്നുണ്ട്. ഡാർക്ക് മൂണിൻ്റെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.